എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വില്ലേജ് ഡയറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. പല ആളുകളും വില്ലേജ് ഡയറി വളരെ കുറച്ച് വിവരങ്ങളൊക്കെ എൻട്രി ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഡയറി നമുക്ക് എങ്ങനെ വളരെ മികച്ച രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. വില്ലേജ് ഡയറി എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിലെ വളരെ അത്യാവശ്യമായിട്ട് ഉള്ളൊരു വളരെ നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ട ഒരു ഡോക്യുമെൻ്റാണ്, ഒരു രജിസ്റ്ററാണ്. അപ്പോൾ ഇത് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ അതിനായിട്ടൊരു ഓൺലൈൻ ടൂള് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓൺലൈൻ ടൂള് വഴി വളരെ സിമ്പിളായിട്ട് ഡാറ്റ എൻട്രി ചെയ്ത് ഓരോ വർഷവും നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ടൂൾസ് മെനു, അതിന് വെബ്സൈറ്റ് എടുക്കേണ്ടത് yegesh.b.de. ഗൂഗിളിൽ യഗേഷ് സ്പേസ് ബി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വെബ്സൈറ്റ് ആയിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്നുകൂടി ചേർക്കുന്നുണ്ട്. അതിൽ ടൂൾസ് മെനു എടുക്കുക. ടൂൾസ് മെനുവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം DCB എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നതെന്ന് ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ രണ്ടാമതായിട്ട് വില്ലേജ് ഡയറി എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വില്ലേജ് ഡയറി ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. വില്ലേജ് ഡയറിയുടെ ഡാറ്റ എൻട്രി ചെയ്യുന്നതിനുള്ളൊരു സ്ക്രീൻ. ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആലപ്പുഴ സെലക്ട് ചെയ്യുന്നു, താലൂക്ക് സെലക്ട് ചെയ്യുന്നു, വില്ലേജ് സെലക്ട് ചെയ്യുന്നു, അമ്പലപ്പുഴ വെസ്റ്റ്. അപ്പോൾ ഈ വില്ലേജിൽ ഡാറ്റ ഇല്ല, പുതിയ എൻട്രി ആണ് എന്നാണ് പറയുന്നത്. ഡയറി തയ്യാറാക്കുന്ന വർഷം ഡിഫോൾട്ടായിട്ട് 2026. റീസർവേ റെക്കോർഡ് നിലവിൽ വന്ന തീയതി. ഞാനിതെല്ലാം തൽക്കാലം ഒരു ഡേറ്റ കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് നമ്പർ 1, സർവേ നമ്പർ 12 150, ഒരെണ്ണം മാത്രം. പുതിയ ബ്ലോക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. ബ്ലോക്ക് നമ്പർ 2 എന്ന് കൊടുത്തിട്ട് 150 to 300 ഇങ്ങനെ കൊടുക്കാം. ആകെ വിസ്തീർണം ഞാൻ കൊടുക്കുന്നു, വെറുതെ ഒരു കണക്ക് കൊടുക്കുകയാണ്. ജനസംഖ്യ, പിന്നെ ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, ഇതെല്ലാം തൽക്കാലം ടെസ്റ്റ് എന്ന് മാത്രം കൊടുക്കുകയാണ്. നമുക്കിവിടെ ഇപ്പോൾ പേര് കൊടുത്തതിന് ശേഷം ഫോൺ നമ്പർ കൂടി ഇങ്ങനെ ഹൈഫൺ ഇട്ട് കൊടുത്താൽ അത് എടുത്തോളും. ഇപ്പോൾ ജിമെയിലോ ഗവൺമെൻറ് ഐഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കൊടുക്കുക. പിന്നെ ഓഫീസ് ജീവനക്കാരുടെ വിവരങ്ങൾ, ഓഫീസും ജീവനക്കാരുടെ വിവരങ്ങൾ, ലാൻഡ് ഫോൺ നമ്പർ കൊടുക്കാം, മൊബൈൽ ഫോൺ നമ്പർ കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം. ഈ ഓഫീസ് ID തന്നെയാണ് മെയിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഒരാൾ, 2 വില്ലേജ് അസിസ്റ്റന്റ്, ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2 പേര്, ഒരു കാഷ്വൽ സ്വീപ്പർ. ഇത്രയൊന്നും സ്റ്റാഫൊന്നും വില്ലേജുകളിൽ കാണില്ല, എങ്കിലും ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി, അതിൻ്റെ ഭരണസമിതിയുടെ വിവരങ്ങൾ. അപ്പോൾ പ്രസിഡന്റിൻ്റെ പേര്, വൈസ് പ്രസിഡന്റ് പേര്, സെക്രട്ടറി, വാർഡ് മെമ്പർമാരുടെ വിവരങ്ങൾ, വാർഡ് നമ്പർ 1 ഒരു മെമ്പറുടെ പേര്, ഫോൺ നമ്പർ. പുതിയ വാർഡ് എന്ന് വെച്ചാൽ അത് വാർഡ് നമ്പർ എണ്ണം ഇങ്ങനെ കൂട്ടി കൊടുക്കുക. എത്ര വാർഡുണ്ടോ അതിനനുസരിച്ച്. ഇത്ര വാർഡുകളെന്ന് പറഞ്ഞ് ലിമിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പ്രധാന സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാൻ സ്കൂള് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നു, അവിടുത്തെ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഈ ഡേറ്റയൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നു, അവിടുത്തെ ഫോൺ നമ്പരും നമ്മൾ കൊടുക്കുന്നു. പോളിംഗ് ബൂത്തുകൾ, പോളിംഗ് സ്റ്റേഷൻ 1 PLOയുടെ പേര്, ഫോൺ നമ്പർ. പുതിയ ബൂത്ത് BLOയുടെ പേര്, ഫോൺ നമ്പർ. പിന്നെ അംഗൻവാടി അല്ലെങ്കിൽ ആശാപ്രവർത്തക വാർഡ് 1 പേര്, ഫോൺ നമ്പർ. രണ്ടാമത്തതായിട്ട് അംഗനവാടി പേര്, ഫോൺ നമ്പർ. അക്ഷയ കേന്ദ്രത്തിൻ്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ, ഇമെയിൽ ID. പുതിയ അക്ഷയ കേന്ദ്രം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ വൃദ്ധസാധനങ്ങളോ അനാഥാലയങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ പേര്, ഫോൺ നമ്പരും ഉടമയുടെ പേരും, ആകെ അന്തേവാസികൾ. പിന്നെ പ്രശസ്തരായ വ്യക്തികളുടെ വിവരങ്ങളുണ്ടെങ്കിൽ വ്യക്തിയുടെ പേര്, മേഖല, മേൽവിലാസം, ഫോൺ നമ്പർ. കാർഷിക വിവരങ്ങൾ, പാടശേഖരം ഉണ്ടെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ അത് കൃഷിഭവൻ. ഇത് പഞ്ചായത്ത് എന്നുള്ളത് ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാക്കി മാറ്റാം. പിന്നെ ഹെക്ടർ, പുതിയ പാടശേഖരം ചേർക്കാം. കൃഷിയുടെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ, അവിടെയുള്ള കൃഷി ഇനങ്ങൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നെല്ല് ഇങ്ങനെ കൊടുക്കുന്നു, ഏകദേശം വിസ്തീർണം കൊടുക്കുന്നു. അടുത്ത കൃഷിയിനം ചേർക്കുന്നു, അത് തെങ്ങാണ്, ഇന്ന ഇനമാണ് കൊടുക്കുന്നു. പിന്നെ ഉത്സവങ്ങളും ആഘോഷങ്ങളും,
ഉത്സവത്തിൻ്റെ പേര് കൊടുക്കുന്നു, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏത് മാസമാണ്. വീണ്ടും അടുത്ത ഒരെണ്ണം ചേർക്കാം, ഏത് മാസമാണ്. മറ്റ് ആഘോഷങ്ങൾ, ജലോത്സവമൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുന്ന സംഘാടകരുടെ പേര്, ഏത് മാസമാണത്. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇതിലൊന്നും വരാത്തത് പിന്നെ ചരിത്ര സ്മാരകങ്ങളുണ്ടെങ്കിൽ അത്, അതിൻ്റെ സ്ഥലത്തിൻ്റെ വിവരണം, ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ, അതിൻ്റെ ചുമതലപ്പെട്ടയാൾ, ഫോൺ നമ്പർ, അത് വീണ്ടും എൻട്രി ചെയ്യുക. എല്ലാ വിവരങ്ങളും സേവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഡാറ്റയെല്ലാം, ആലപ്പുഴ വെസ്റ്റ് വില്ലേജിൻ്റെ ഡാറ്റയെല്ലാം സേവായി. ആ സേവ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, അതായത് നമുക്ക് മെറൂൺ കളർ വേണമെങ്കിൽ അങ്ങനെ, പച്ച, ടീല്, പർപ്പിൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇപ്പം നീല വെച്ച് തന്നെ PDF ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു PDF വില്ലേജ് ഡയറി. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങൾ, ബ്ലാങ്ക് ഫോട്ടോ ഉണ്ട്, ബ്ലാങ്ക് പേജ് ഉണ്ട്, വില്ലേജിൻ്റെ ഫോട്ടോ ഇവിടെ ഒട്ടിക്കണം. കാരണം എൻ്റെ സെർവറിൽ സ്പേസ് കിട്ടാത്തത് കൊണ്ട് സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു ബ്ലാങ്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വില്ലേജിൻ്റെ മാപ്പ് അവിടെ കൊടുക്കാം. പിന്നെ ഇങ്ങനെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമ്മൾ എണ്ണം കൂടുന്നതിനനുസരിച്ച് പേജിൻ്റെ എണ്ണം കൂടും. സാധാരണ എല്ലാവരും വില്ലേജ് ഡയറി ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ പേജിലൊക്കെയാണ് നിർത്തുന്നത്. യഥാർത്ഥത്തിൽ വില്ലേജ് ഡയറി എന്ന് പറയുന്നത് ഇത്രയും വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡൽ, അതായത് ഇത്രയും വിവരങ്ങൾ ചേർത്തുള്ളൊരു മോഡൽ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ജോലി ചെയ്തിട്ടുള്ള സുബീഷ് കുട്ടനാട് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ ഒരു മോഡൽ എനിക്ക് ഷെയർ ചെയ്ത് തന്നത്. 2020 ഷെയർ ചെയ്ത് തന്നതാണ്. ചെയ്യാൻ സമയം കിട്ടിയില്ല. പക്ഷേ ഒരു ഗൂഗിൾ ഷീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആരും ഉപയോഗിച്ച് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോഴാണ് ഇത്തരത്തിലൊരു PDF ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റിയത്, അതിന് സമയം കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഈ ഡയറി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം വീണ്ടും തയ്യാറാക്കുന്നതിന് വർഷം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് മാറ്റുക. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ അത് PDF ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും വരുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടുന്ന് ഇപ്പോൾ പർപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ പർപ്പിൾ കളറിലായിരിക്കും പിന്നീട് വില്ലേജ് ഡയറി വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ, ഇന്നൊരു കളറല്ലാതെ ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിവരം, ഇപ്പം ഞാൻ എൻട്രി ചെയ്ത ഈ വില്ലേജിൻ്റെ വിവരം ഞാൻ ഡിലീറ്റ് ചെയ്യും. ടൂള് ഉപയോഗിച്ച് നോക്കുക. നമുക്ക് തിരിച്ച് ടൂൾസിലേക്ക് പോകണമെങ്കിൽ ടൂൾസ് പേജ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ ടൂൾസിലേക്ക് തിരിച്ചു വരും. പുതിയ എൻട്രി വേണമെന്നുണ്ടെങ്കിൽ പുതിയ എൻട്രി ചേർക്കുക. ഏത് വില്ലേജിൻ്റെത് ചെയ്യാം, പ്രത്യേകിച്ച് ലോഗിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏത് വില്ലേജിൻ്റെയും ഡയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.